ഹലോ, എല്ലാവർക്കും ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാനൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സവാള ആദ്യം നമുക്ക് വറുത്ത് കോരി വയ്ക്കാവേ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലൊക്കെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയി കിട്ടും. ഇത് നമുക്ക് അതായത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകട്ടെ. കുറച്ച് സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇടുന്ന സവാള നമുക്ക് കനം കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നൈസായിട്ട് കട്ട് ചെയ്തുള്ളത് കൊണ്ടിട്ടാണ് അത് ഇട്ടത് കേട്ടോ. ഇച്ചിരി കനം കൂടിയതാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതിൻ്റെ ഒപ്പം തന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും താല്പര്യം ഇല്ലാത്തവർ ഇടണ്ട. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ. ഇനി അതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീരെ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ ഇതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് ഒരു ചെറിയ ബേ ലീഫും പിന്നെ ഒരു 2 കറുവപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു 5 എണ്ണം, തക്കോലം 2 എണ്ണം, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതും നമുക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വളരെ കുറച്ച് മാത്രം ബിരിയാണി എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിൽ ഞാനിവിടെ എടുക്കുന്നത് 3 കപ്പ് അതിൽ ജീരക റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോളം കുതിരാനായിട്ട് വെച്ചിട്ട് വെള്ളം വാർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റൈസിന് 1 വെള്ളം എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. 1 മണിക്കൂറായിട്ട് അകത്തേക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ 4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 മണിക്കൂർ കൂടുതലൊക്കെ കുതിർത്ത് വെച്ചിരിക്കുന്നത് അത്രയും നല്ലതാണ്. അത്രയും പെട്ടെന്ന് നമ്മുടെ ചോറ് വെന്തും കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി 1 കപ്പ് റൈസാണ് എടുത്തത്. അതുപോലെ ഈ അരിയല്ല വെള്ളം ഒന്ന് നല്ലതുപോലെ വെട്ടി തരണം കേട്ടോ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു ഉപ്പിട്ട് കൊടുക്കും. നാരങ്ങയുടെ പകുതി അതിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കും. മുന്നിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം ഉപ്പ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. എന്നാൽ മാത്രമേ റൈസിലേക്ക് ഇളക്കി പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നീരിൻ്റെ അകത്തേക്ക് അരി ഇട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് വെട്ടിത്തിളയ്ക്കണം. ഇപ്പോൾ ഇത് ഇവിടെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആ റൈസ് ഇട്ട് കൊടുക്കാവേ. ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ടതിന് ശേഷം ഒന്ന് അരിയും കൂടെ ഇട്ടിട്ട് ഉപ്പുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ.
പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. അരിയൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, അതായത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് വേകാനുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യമേ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാത്രം ആ സവാള വറുത്തതിനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും നമ്മളൊരു 5 മിനിറ്റ്, അതായത് മല്ലിയില ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം, നെയ്യ് ഇഷ്ടമാണ് കേട്ടോ, എത്രത്തോളം നെയ്യ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതുപോലെ ഇടാം കേട്ടോ. എനിക്ക് ഓവർ നെയ്യ് ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ അളവിലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഇതിനെ വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഓക്കെ. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. കറക്റ്റായിട്ടാണ് അതിൻ്റെ വേഗമൊക്കെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ പുറമെ നേരത്തെ നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇട്ടിട്ട് ഇതുവരെയും ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.